വെഞ്ഞാറമൂട്ടിൽ 5 പേരെ ഒറ്റ ദിവസം കൊലപ്പെടുത്തിയ പ്രതി അഫാൻ തന്റെ പെൺസുഹൃത്ത് ഫർസാനയെ വകവരുത്തിയത് പ്രണയാധിക്യത്തിലല്ല, മറിച്ച് പകമൂലമെന്ന പുതിയ മൊഴി. നേരത്തെ തനിക്ക് ഫർസാനയോട് കടുത്ത പ്രണയം ആയിരുന്നുവെന്നും അവൾ ഒറ്റപ്പെടുമെന്ന കാരണത്താലാണ് കൊലപ്പെടുത്തിയതെന്നുമായിരുന്നു മൊഴി നൽകിയത്. താൻ 4 പേരെ കൊന്ന വിവരം ഫർസാനയെ അറിയിച്ചിരുന്നുവെന്നാണ് അഫാൻ പോലീസിനോട് പറഞ്ഞിരുന്നത്. ഫർസാന പണയം വയ്ക്കാൻ മാല നൽകിയിരുന്നു. എന്നാൽ പെൺകുട്ടി അത് തിരികെ ചോദിച്ചതാണ് പകയ്ക്ക് കാരണമെന്ന് അഫാൻ പറഞ്ഞു. അഫാന് മാല നൽകിയ വിവരം ഫർസാനയുടെ വീട്ടിൽ അറിഞ്ഞിരുന്നു. മാല ഉടൻ തിരികെ നൽകാൻ ഫർസാന അഫാന്റെ മേൽ സമ്മർദ്ദം ചെലുത്തിയിരുന്നു. ഇത് ദേഷ്യം കൂടാൻ കാരണമായി. തെളിവെടുപ്പ് വേളയിലാണ് അഫാൻ മാലയെക്കുറിച്ചുള്ള വിവരങ്ങൾ പോലീസിനോട് പറയുന്നത്. അബ്ദുൾ റഹീമിന്റെ കാർ പണയപ്പെടുത്തിയത് ഫർസാനയുടെ മാല തിരികെ എടുത്തു നൽകാനായിരുന്നുവെന്ന് അഫാൻ പോലീസിനോട് പറഞ്ഞു. കുടുംബാംഗങ്ങളെ കൊലപ്പെടുത്താൻ തീരുമാനിച്ച ദിവസം പ്ലാനിങ്ങോടെ ഫർസാനയെയും അഫാൻ വീട്ടിലെത്തിക്കുകയായിരുന്നു. മാതാവിന് സുഖമില്ലെന്ന് പറഞ്ഞാണ് ഫർസാനയെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തിയത്. കൊലപാതകത്തിനിടയിൽ ആരെങ്കിലും വീട്ടിലേക്ക് വന്നാൽ അവരെ ആക്രമിക്കാനായി തൊട്ടടുത്ത കടയിൽ നിന്ന് മുളകുപൊടിയും അഫാൻ വാങ്ങിവെച്ചിരുന്നു. പെരുമലയിലെ വീട്ടിൽ ഇന്നലെ തെളിവെടുപ്പ് നടത്തുന്നതിനിടയിലാണ് അഫാൻ ഇക്കാര്യങ്ങൾ പറഞ്ഞത്. കൊലപാതക ദിവസം ആദ്യം താൻ ആക്രമിച്ചത് മാതാവ് ഷെമിയെ ആയിരുന്നുവെന്ന് അഫാൻ മൊഴി നൽകിയിരുന്നു. തുടർന്ന് ഉമ്മൂമ്മ സൽമ ബീവിയുടെ വീട്ടിലെത്തി അവരെ കൊലപ്പെടുത്തി. പിന്നാലെ ഫർസാനയെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി. വീട്ടിലേക്ക് കയറാൻ കതക് തുറക്കാൻ ശ്രമിച്ചപ്പോൾ താക്കോൽ കണ്ടില്ല. തുടർന്ന് വീടിനോട് ചേർന്നുള്ള മതിൽ ചാടിക്കടന്നാണ് ഇവർ വീട്ടിൽ കയറിയത്. വീട്ടിൽ വച്ച് കൊലപാതക വിവരം ഫർസാനയോട് പറഞ്ഞു. ഇത് കേട്ട് ഫർസാന കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് അഫാൻ അവരെയും കൊലപ്പെടുത്തിയത്. തുടർന്ന് കുഴിമന്തി വാങ്ങാനായി സഹോദരനെ കടയിലേക്ക് അയച്ചു. തിരികെ വന്ന സഹോദരനോട് നടന്ന കാര്യങ്ങൾ പറഞ്ഞ ശേഷം അവനെയും ആക്രമിച്ചു. സഹോദരൻ അഫ്സാൻ പിടഞ്ഞു മരിക്കുന്നത് കണ്ടുകൊണ്ടിരിക്കെ അഫാന്റെ ബോധം പോയി. സാമ്പത്തികമായി സഹായിക്കാത്തതും ഫർസാനയുമായുള്ള ബന്ധത്തെ എതിർത്തതുമായിരുന്നു പിതൃ സഹോദരൻ ലത്തീഫിനോടുള്ള വൈരാഗ്യം. സാമ്പത്തിക പ്രശ്നങ്ങൾക്കിടെ വിവാഹവുമായി മുന്നോട്ടു പോകുന്നതിനെയായിരുന്നു ലത്തീഫ് എതിർത്തത്. ഇത് പലപ്പോഴായി അഫാനെ അറിയിച്ചിരുന്നു. അതേസമയം കൂട്ടത്തോടെ ആത്മഹത്യ ചെയ്യാനായിരുന്നു പദ്ധതിയെന്നും അഫാൻ പറഞ്ഞിരുന്നു. ഇത് നടക്കാതെ വന്നതോടെ മറ്റുള്ളവരെ കൊലപ്പെടുത്തി താനും മരിക്കാൻ തീരുമാനിക്കുകയായിരുന്നുവെന്ന് അഫാൻ പറയുന്നുണ്ട്. എല്ലാവരെയും കൊലപ്പെടുത്താൻ തന്നെ ആദ്യം ഇരുമ്പ് കമ്പി വാങ്ങാനാണ് ഉദ്ദേശിച്ചതെന്നും കൊണ്ടു നടക്കാൻ എളുപ്പത്തിനാണ് ചുറ്റിക വാങ്ങിയതെന്നാണ് അഫാൻ പോലീസിന് നൽകിയിരിക്കുന്ന മൊഴി. ചുറ്റികയാകുമ്പോൾ എവിടെയും കൊണ്ടുപോകാമെന്നും ആർക്കും സംശയം തോന്നില്ലെന്നും ചോദ്യം ചെയ്യലിനിടെ അഫാൻ പോലീസ് ഉദ്യോഗസ്ഥരോട് പറഞ്ഞു. ശക്തിയായി അടിച്ചാൽ ആൾ മരണപ്പെടുമെന്ന് തനിക്ക് പൂർണ്ണ ബോധ്യമുണ്ടായിരുന്നതായും പ്രതി മൊഴി നൽകി. പലപ്പോഴും കുറ്റബോധമോ ഭാവവ്യത്യാസമോ ഇല്ലാതെയാണ് അഫാൻ പോലീസിനോട് പെരുമാറിയത്. കുടുംബം കടബാധ്യതയിൽ മുങ്ങി നിൽക്കുമ്പോൾ പിതൃമാതാവിനോട് സാമ്പത്തിക സഹായം ആവശ്യപ്പെട്ടെങ്കിലും ലഭിച്ചില്ല. ഇതൊക്കെയാണ് തനിക്ക് പകയായി മാറിയതെന്നാണ് അഫാൻ പറഞ്ഞിരിക്കുന്നത്.